യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നത് എല്ലായ്പ്പോഴും ഒരു മുൻകരുതലാണ്. ഏത് നിമിഷവും വരുന്ന അറ്റാക്കിനെ പ്രതിരോധിക്കാനുള്ള ഒരു മുൻകരുതൽ. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ പൈസ ചിലവിടുന്നതും ഈ പ്രതിരോധ സംവിധാനങ്ങൾക്കാണ്. റഷ്യയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ Su-57E വാങ്ങുന്നതിനെ പറ്റിയാണ് ഇന്ത്യ ആലോചിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകതകൾക്കൊപ്പം തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവകാശവും നൽകാമെന്ന റഷ്യൻ ഓഫറും പരിഗണനയിൽ ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുദ്ധവിമാന ഇടപാടിൻ്റെ കാര്യത്തിൽ ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് പുതിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ തീരുമാനമുണ്ടായേക്കാം. നിലവിൽ ഇന്ത്യൻ വ്യോമസേന വലിയ തോതിൽ യുദ്ധവിമാനങ്ങളുടെ കുറവ് അനുഭവിക്കുന്നുണ്ട്. തദ്ദേശീയമായ യുദ്ധവിമാന വികസനവും നിർമ്മാണവും ഉദ്ദേശിച്ച വേഗത്തിൽ പുരോഗമിക്കാത്തത് കണക്കിലെടുത്തുകൊണ്ട് വിദേശ വിമാനങ്ങൾ വാങ്ങിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ സ്റ്റെൽത്ത് വിമാനം AMCA വികസനവും പൂർണ്ണമായിട്ടില്ല. ഇവ സൈന്യത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ ഇനിയും 10 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ ഓഫർ എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യക്ക് Su-57Eയുടെ സാങ്കേതികവിദ്യ കൈമാറാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസും നൽകും. അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള Su-30 MKIയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ വെച്ച് Su-57E നിർമ്മിക്കാനാകും. ഇതിനൊപ്പം തന്നെ യുദ്ധവിമാനത്തിൻ്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ലഭ്യമായാൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആയുധങ്ങളും റഡാറുകളും എവിയോണിക്സും മറ്റും വിമാനത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ഓഫറാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 110 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഈ സമയത്താണ് ഓഫറുമായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ 4.5 ജനറേഷൻ മൾട്ടിറോൾ യുദ്ധവിമാനമായ Su-365M കൂടെ ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടി ഓരോ പാക്കേജ് ആക്കിയിട്ടാണ് റഷ്യ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 വർഷം കൊണ്ട് 40 Su-365M യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാനാകുമെന്നാണ് റഷ്യൻ അധികൃതർ പറയുന്നത്. നിലവിലെ ഇന്ത്യയിലെ യുദ്ധവിമാനത്തിൻ്റെ ലഭ്യത കുറവിന് ഇത് താൽക്കാലിക ആശ്വാസം തന്നെയാണ്. സ്ക്വാഡ്രൽ ശേഷി നിലനിർത്താനും സഹായിക്കും. ഈ സമയം കൊണ്ട് ഇന്ത്യയിൽ Su-57E യുദ്ധവിമാന നിർമ്മാണം വേഗത്തിലാക്കാനും സാധിക്കുമെന്നാണ് റഷ്യയുടെ ഓഫർ. ഇതിനൊപ്പം ഇന്ത്യയുടെ തദ്ദേശീയ സ്റ്റെൽത്ത് വിമാന പദ്ധതിക്ക് റഷ്യൻ സാങ്കേതിക വിദ്യാ കൈമാറ്റം കൂടുതൽ കരുത്തു പകരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. റഷ്യയുടെ ഓഫറിൽ ഇരു രാജ്യങ്ങളും നടത്തുന്ന ചർച്ചകൾ തീരുമാനത്തിലേക്ക് എത്തിയാൽ ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ കരാർ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതാകും തീരുമാനമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യക്ക് F-35 യുദ്ധവിമാനം US വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള US-ന്റെ സമീപനം എന്താകുമെന്നതിനാണ് ആശങ്ക നിലനിൽക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയോടുള്ള ട്രംപിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയതുകൊണ്ട് പ്രത്യേകിച്ചും. സത്യം പറഞ്ഞാൽ പഹൽഗാം അറ്റാക്കിനോട് കൂടി ഇന്ത്യ പ്രതിരോധ സംവിധാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഒട്ടും നനച്ചിരിക്കാത്ത സമയത്തുള്ള പാകിസ്ഥാന്റെ അറ്റാക്കിന് മുൻപിൽ ഇന്ത്യ പതറിപ്പോവാതിരിക്കാനുള്ള പ്രധാന കാരണവും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുള്ള കരുതൽ മൂലമാണെന്ന കാര്യവും പറയാതറിയുക.